ഓക്കെ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം ചാലഞ്ചസ് ഫോർ റീറ്റെയിലേഴ്സ് ആണ്. റീറ്റെയിലേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, അവർ നേരിടുന്ന വെല്ലുവിളികളെ പറ്റി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് എമർജൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ഉണ്ട്, ഗ്ലോബൽ ട്രെൻഡ് പഠിക്കാനുണ്ട്, ഇമ്പാക്റ്റ് ഓഫ് എക്കണോമിക് ലിബറലൈസേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ ചലഞ്ചസ് ഫോർ റീറ്റെയിലേഴ്സ്, എന്താണ് ഇവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ലാക്ക് ഓഫ് ടെക്നോളജി അഡോപ്ഷൻ, സാങ്കേതിക വിദ്യയുടെ കുറവ്, ടെക്നോളജിയിലുള്ള ലാക്ക്, ഇല്ലായ്മ എന്ന് തന്നെ പറയാം അല്ലേ, പോരായ്മ എന്നൊക്കെ പറയും നമ്മൾ. ലാക്ക് ഓഫ് ടെക്നോളജി, അതായത് ദീസ് ടെക്നോളജീസ് ആർ ക്വയറ്റ് എക്സ്പെൻസീവ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ്, അതായത് ഭയങ്കര ഇംപ്ലിമെൻറ്റ് മീൻസ് അതിലേക്ക് പ്രയോഗിക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അത് താങ്ങാൻ ആർക്ക് പറ്റുന്നില്ല? റീറ്റെയിൽ ബിസിനസ്സുകാർക്ക് പറ്റുന്നില്ല. ആൻഡ് ദെർഫോർ സ്മോൾ പ്ലേയേഴ്സ് കനോട്ട് ഇംപ്ലിമെൻറ്റ് ഇൻ ദിസ് ബിസിനസ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ബേസിക്കലി എന്തറിയാം, ഇനിയിപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കാൻ തന്നെ അത്യാവശ്യം വില കൂടിയൊരു സ്മാർട്ട് ഫോൺ എന്തെങ്കിലും വേണം ബേസിക്കലി. അതില്ല നമുക്കൊന്നും ഒരു ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ അത് ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത്യാവശ്യം നല്ലൊരു ക്യാമറ ഉള്ളൊരു ഫോൺ, അതിന് അത്യാവശ്യം 1 ലക്ഷത്തോളം വില വരുന്ന ഒരു ഫോൺ വേണം. അതൊരു റീറ്റെയിൽ ബിസിനസ്സുകാർ ഇങ്ങനെ ചെറിയൊരു എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ള സംഭവങ്ങൾ ഇറക്കണം. അതിന് ക്യാഷ് വേണം, എല്ലാം എക്സ്പെൻസീവാണ്. നെക്സ്റ്റ് ലാക്ക് ഓഫ് infrastructure of logistics and society's skilled workforce and frauds in retail, infinite supply and change in management and price war between retail organization and cultural diversity. എന്താണ് പ്രൈസ് വാർ, വില കൂടുന്നതും വില കുറയ്ക്കുന്നതൊക്കെ പ്രശ്നം തന്നെയാണ്. പിന്നെ ഇൻഎഫിഷ്യൻ്റ് ഓഫ് സപ്ലൈ ചെയിൻ മാർക്കറ്റ്, അതായത് മാനേജ്മെൻറ്റ് അത് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളുടെ ഇടയിലുള്ള ഇൻസഫിഷ്യൻസി മീൻസ് ട്രബിൾസും അവർ തമ്മിലുള്ള ഒരു പൊരുത്തക്കേടുകൾ. നെക്സ്റ്റ് ഫ്രോഡ് ഇൻ റീറ്റെയിലുള്ള ഫ്രോഡ്സ് ആണ്. എന്താ പറയുന്നത്? റീറ്റെയിൽ arises from the difference between the value of the stock per books and actual stock available in outlet. There are various other loopholes causing losses and retailers such as employees freight then accounting. അതായത് ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്, ചില ആരും അറിയാതെ പല ഫ്രോഡ് കളികളും, അതായത് സീക്രട്ടായിട്ട് വില കൂട്ടും കുറച്ചും ആരും അറിയാതെ സെയിൽസ് ചെയ്യുന്ന അങ്ങനെ പല സംഭവങ്ങളും നടക്കുന്ന ഇതൊരു നെഗറ്റീവായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ദെൻ സ്കേഴ്സിറ്റി ഓഫ് സ്കിൽഡ് വർക്ക് ഫോഴ്സ്, അതായത് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കുറവ്, എന്തിൻ്റെ കുറവാണ്? സ്കേഴ്സിറ്റി ഓഫ് സ്കിൽഡ്, കഴിവുള്ള വർക്ക് ചെയ്യുന്ന ആളുകളെ കുറവ്. Retail is a labor-intensive industry, but in a country like India, retail jobs are not considered to be white collar job. White collar job എന്ന് പറയില്ലേ നമ്മൾ, അത്യാവശ്യം നല്ല ജോബ് എന്താ പറയുക, വൈറ്റ് കോളർ ജോബ് ഉണ്ടോ എന്നാണ് ചോദിക്കുക. റീറ്റെയിൽ ഈസ് എ ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രി. റീറ്റെയിൽ എന്താണ്? തൊഴിലാളികൾ കൂടുന്ന അല്ലേ, തൊഴിലാളികളുള്ള ഒരു സെക്ഷനാണ് എന്ത്? റീറ്റെയിൽ ഇൻഡസ്ട്രി. എന്താണ് അവിടെ എന്തില്ല, ആരുമില്ലാതെ ഇൻഡസ്ട്രി ഉണ്ടാവില്ലല്ലോ, ലേബേഴ്സ് നിർബന്ധമാണ്. ബട്ട് ഇൻ കൺട്രി ലൈക്ക് ഇന്ത്യ റീറ്റെയിൽ ജോബ്സ് ആർ നോട്ട് കൺസിഡർഡ് ടു ബി വൈറ്റ് കോളർ ജോബ്. അത് ശരി, നമ്മുടെ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് എന്തിനും ഒരു വലിയ വിലയില്ല. റീറ്റെയിൽ ജോബ് ആർ നോട്ട് കൺസിഡേർഡ് ടു ബി വൈറ്റ് കോളർ ജോബ്. വലിയ ഗവൺമെൻറ് വൈറ്റ് കോളർ ജോബ്, ഗവൺമെൻറ് ഉദ്യോഗമൊക്കെ കിട്ടുക നല്ലത്, റീറ്റെയിൽ ബിസിനസ് അത്ര വലിയതല്ല എന്നുള്ള ഒരു ചെറിയ തരം താഴ്ന്ന ചിന്താഗതിയാണ് ഇന്ത്യയിലുള്ള റീറ്റെയിൽ ബിസിനസ് ഇറങ്ങാത്തത് ജനറേഷൻ എന്നാണ് പറയുന്നത്. The academically sound people don't like the work of retail, rather like to be join some other industries. Recently, there are always the storage of skilled manpower by FDI, but the scenario of different law. Okay, then ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇമ്പാക്റ്റ് ഓഫ് എക്കണോമിക് ലിബറലൈസേഷൻ, ഇമ്പാക്റ്റ് ഓഫ് എക്കണോമിക് ലിബറലൈസേഷൻ മീൻസ് ദ ഗവൺമെൻറ് വാസ് ആസ്ക്ഡ് ടു ഓപ്പൺ ദ റെസ്ട്രിക്ഷൻസ് അല്ലേ. ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണെങ്കിൽ ലൈസൻസ് വേണം, അതിൻ്റെതായ ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു മെസ്സ് തുടങ്ങാമെന്ന് വിചാരിക്കുക. റീറ്റെയിലായിട്ട് സാധനങ്ങൾ, അതായത് ഭക്ഷണം, ഫുഡാണ് ഇമ്പോർട്ടൻസ്. ഫുഡ് കൊടുക്കുന്ന ഒരു മെസ്സല്ല, ചെറിയൊരു ഓർഗനൈസേഷൻ തുടങ്ങുകയാണെങ്കിൽ അതിന് ഗവൺമെൻറ്റിൻ്റെ എന്തെല്ലാം വേണം? ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് വേണം, ഗവൺമെൻറ്റിൽ നിന്ന് ഹെൽത്ത് കാർഡുകൾ കൊടുക്കണം, അത് ഇത്ര റോഡിൽ നിന്ന് ഇത്ര ദൂരം മാറിയിട്ടേ ആ ഒരു ബിൽഡിങ് സ്ഥിതി ചെയ്യാൻ പറ്റൂ. എല്ലാത്തിനും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, നമുക്കറിയാം സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ.
ദെൻ ലിബറലൈസേഷൻ, privatization, globalization, economic policies 1991 made approach International Bank of Countries Development. അന്ന് 1991 നമ്മുടെ ഇന്ത്യയിൽ ഈ 3 പ്രക്രിയ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. എക്കണോമിക് പോളിസി എന്നാണ് പറയല്ലേ. അതെന്താണ്? ലിബറലൈസേഷൻ ആയിരിക്കണം, പ്രൈവറ്റൈസേഷനും ആൻഡ് ഗ്ലോബലൈസേഷനും 3 കൂടി ചേർന്ന ഒരു എക്കണോമിക് പ്രോസസ്സാണ് ഇന്ത്യയിലുള്ളത്. This approach international banks to countries development, Indian government was asked to open the restrictions to trade done by പ്രൈവറ്റ് സെക്ടർ ആൻഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അതർ കൺട്രീസ്. നമ്മൾ ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അതെല്ലാം ഓപ്പൺ ചെയ്യാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ന്യൂ എക്കണോമിക് പോളിസി NEP, ന്യൂ എക്കണോമിക്സ് പോളിസിയുടെ പേരാണ് NEP. ഓക്കെ, invests the wide array reforms and brought significant changes for the retail investment in India, promoting multinational retailer to seek entry to Indian soil. The explored various routes of Indian entry like indirect and direct export, licensing, fashioning, മിസ് നേരത്തെ പറഞ്ഞല്ലോ ലൈസൻസും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ അത്രയും എന്താണ് ഓരോന്ന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെസ്പോണ്ട് റീറ്റെയിൽ ഫോറിൻ അതായത് ഫോറിൻ പിന്നെ പറയുന്നത് റീറ്റെയിൽ ആയിട്ടുള്ള ഫോറിൻ ബിസിനസ് ആയാലും ഇന്റർനാഷണൽ ബിസിനസ് എന്തിനോടാണ് റിലേറ്റഡ് ആയത്? പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ആൻഡ് നേരത്തെ പറഞ്ഞ പിന്നെ എന്തൊക്കെ നേരത്തെ 3 കാര്യങ്ങൾ നമ്മൾ പറയാം. പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് ഓക്കെ ഗ്ലോബലൈസേഷനിലും എല്ലാം ഇൻക്ലൂഡഡ് ആണെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് യൂണിറ്റ് ഓഫ് റീറ്റെയിൽ ഓഫ് കൺസ്യൂമർ. റീറ്റെയിൽ കൺസ്യൂമർ നമ്മൾ ഡിസ്കസ് ചെയ്തു. Psychological factors in retailing. Okay, analysis. Psychological factors എന്തൊക്കെയാണ് നമ്മൾ റീറ്റെയിലുമായി ബന്ധപ്പെട്ട് വേണ്ടത്? മോട്ടിവേഷൻ വേണം, ലേണിംഗ് വേണം, ആറ്റിറ്റ്യൂഡ്സ് വേണം, പിന്നെ സോഷ്യൽ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ ഫാമിലീനത് വേണം, റെഫറൻസ് ഗ്രൂപ്പ്, റോൾസ് ഓഫ് സ്റ്റാറ്റസ്, കൾച്ചറൽ സോഷ്യൽ ക്ലാസ്, പേഴ്സണൽ ഫാക്ടേഴ്സ്, ഇതെല്ലാം സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസ് റീറ്റെയിൽ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് സോഴ്സ്. അതായത് ഒരു നമ്മുടെ കൺസ്യൂമറിൻ്റെ ബിഹേവിയറൽ ചേഞ്ചസും അദ്ദേഹം സൊസൈറ്റിയോട് ചെയ്യുന്ന കാര്യങ്ങളും അദ്ദേഹം പേഴ്സണലി അദ്ദേഹം ഇതെല്ലാം നമ്മളെന്താണ് ഇവിടെ എല്ലാം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്? സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്തെല്ലാം എന്ന് ചോദിച്ചാൽ മോട്ടിവേഷൻ, പെർസെപ്ഷൻ അതായത് വീക്ഷണങ്ങൾ അല്ലേ. നെക്സ്റ്റ് എന്താണ്? ആറ്റിറ്റ്യൂഡ് നമ്മളെ പെരുമാറ്റം, ആൻഡ് നമ്മുടെ ബിലീഫ് നമ്മുടെ വിശ്വാസം. ദെൻ സോഷ്യൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫാമിലി ആൻഡ് റെഫറൻസ് ഗ്രൂപ്പും. ദെൻ റോൾസ് ആൻഡ് സ്റ്റാറ്റസ്. റോൾസ് നമ്മുടെ സ്റ്റാറ്റസ് എന്താണ് സമൂഹത്തിൽ എന്നുള്ളത്. കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ് കൾച്ചറും സബ് കൾച്ചർ ആൻഡ് സോഷ്യൽ ക്ലാസ്. പേഴ്സണൽ ഫാക്റ്റാണ് ഏജ്, ഇൻകം, ഒക്കുപ്പേഷൻ, ലൈഫ് സ്റ്റൈൽ. എക്കണോമിക് ഫാക്ടേഴ്സ് ആണ് പേഴ്സണൽ ഇൻകം, ഫാമിലി ഇൻകം, ഇൻകം എക്സ്പെക്ടേഷൻ ആൻഡ് കൺസ്യൂമർ ക്രെഡിറ്റ് ആൻഡ് ലിക്വിഡ് ആസറ്റ്സ് ആൻഡ് സേവിങ്സ്. ഓക്കെ, എക്കണോമിക് ഫാക്ടേഴ്സ് വേണ്ട റീറ്റെയിലിംഗ് അതായത് ഇൻഫ്ലുവൻസും റീറ്റെയിൽ കൺസ്യൂമർ ബിഹേവിയർ. ഇൻഫ്ലുവൻസിങ് ഏത് പാർട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഏതൊക്കെയാണ്? പേഴ്സണൽ ഇൻകം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഫാമിലി ഇൻകം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഇൻകം എക്സ്പെക്ടേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, കൺസ്യൂമർ ക്രെഡിറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ലിക്വിഡ് അസറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സേവിങ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്താണ്? ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് പർച്ചേസ് ഡിസിഷൻ പ്രോസസ് ഇൻ റെക്കഗ്നിഷൻ ഓഫ് ഫെൽറ്റ് നീഡ്. ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് പർച്ചേസ് ഡിസിഷൻ അതായത് തിരഞ്ഞെടുപ്പ്. നമ്മൾ എന്തെങ്കിലും റീറ്റെയിൽ ബിസിനസ്സുകാർ ഹോൾസെയിലായിട്ടൊക്കെ എന്തെങ്കിലും പോയി വിൽക്കാൻ വേണ്ടി വാങ്ങാൻ പോകുമല്ലോ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. എന്ത് ചോയ്സ് ചെയ്യണം, എങ്ങനെ ചോയ്സ് ചെയ്യണം, എത്ര രൂപയ്ക്ക് ചോയ്സ് ചെയ്യണം, ഇതൊക്കെ ഒരു ചിന്തിക്കുകയാണ്. അപ്പം തിങ്കിങ് ആണ്. അതുകൊണ്ട് തന്നെ അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? സൈക്കോളജിക്കൽ തിങ്കിങ് ആണെന്നാണ് പറയുന്നത്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് റെഫർ ടു ഇന്നർ ആസ്പെക്ട്സ് ഓഫ് ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിൽ അണ്ടർസ്റ്റാൻഡ് അതായത് ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന തീരുമാനങ്ങളാണ് ഇന്നർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഓഫ് സൈക്കോളജിക്കലി ഗൈഡ്സ് ദ റീറ്റെയിലേഴ്സ് സ്ട്രാറ്റജി. ഓക്കെ, നമ്മൾ ഇപ്പോൾ സ്ട്രാറ്റജി എന്നുള്ള വേർഡാണ് എല്ലായിടത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേർഡാണ് സ്ട്രാറ്റജി. അപ്പോൾ ഒരു കൺസ്യൂമർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അദ്ദേഹം ചോയ്സ് ചെയ്യുന്ന, അദ്ദേഹം ഒരു റീറ്റെയിലർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ട്സ് വാങ്ങാൻ പോകുമ്പോൾ അവർ സൈക്കോളജിക്കലി തിങ്ക് ചെയ്തിട്ടാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? സൈക്കോളജിക്കൽ ഫാക്ടർ ആണെന്നാണ് പറയുന്നത്.
Consumers respond differently towards the same retail marketing due to their respective motives and perception level of involvement and attitude. അത് ഉപഭോക്താവ് വാങ്ങാൻ വരുമ്പോൾ അവരോടുള്ള പെരുമാറ്റവും അവരുടെ ആറ്റിറ്റ്യൂഡും അവരെത്രത്തോളം ഇൻവോൾവഡ് ആ സാധനം വാങ്ങാനുള്ളൊരു ജസ്റ്റ് നോക്കുള്ളൂ. അപ്പോൾ വാങ്ങിപ്പിക്കുന്നതും ഒക്കെ എന്താണ് സൈക്കോളജിക്കൽ ഫാക്ടറാണ്. മോട്ടിവേഷൻ. ദ ഹെൽത്തി പേഴ്സൺ ഈസ് പ്രൈമർലി മോട്ടിവേറ്റഡ് ബൈ ഹിസ് ഓർ ഹിസ് നീഡ്സ് ടു ഡെവലപ്പ് ആൻഡ് ആക്ടിവൈസ് ഹെർ ഫുൾ സെറ്റ് പൊട്ടൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ. അതായത് അവനവന് തന്നെ എന്ത് വേണം, ഒരു ആത്മവിശ്വാസം വേണം എന്നാണ് പറയുന്നത് അല്ലേ. എന്ത് റീറ്റെയിലാണ്, എന്ത് ബിസിനസ്, എന്താണ് ആള് കോൺഫിഡൻ്റ് ആവും. മോട്ടിവേറ്റർ ഈസ് എനി ആക്ഷൻ including the buying and stimulate of need. You have illness or you are motivated by medicine. You need to have the latest fashion in clothes, mobile phone, etc. It is a motivation. Thus individual behavior resulting from innovation affected by how similar. അതായത് മോട്ടിവേറ്റ് ചെയ്യുക. നമുക്ക് മറ്റുള്ളവർ ഓരോ ഫോണും വില കൂടിയ കാറിലും നടക്കുമ്പോൾ അതൊരു മോട്ടിവേഷനാണ്. നമ്മൾക്കും അങ്ങനെ ചെയ്തൂടെ, നമുക്ക് ഉയർച്ചയിലെത്തണ്ടേ എന്ന് ചിന്തിക്കുന്നതും എന്താണ്. Then perception, വീക്ഷണം എന്താണ്. Perception means that this person attribute incoming receiving through the sense that they are see, hear, touch, taste, smell. Perception ഓരോരുത്തരുടെ വീക്ഷണങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. സി കാണുന്നത്, കേൾക്കുന്നത്, ടച്ച് തൊടുന്നത്, ടേസ്റ്റ് ചെയ്യുന്നത് രുചിക്കുന്നത്, ആൻഡ് സ്മെൽ നമ്മൾ സ്മെൽ ചെയ്യുന്നത്. ഇതെല്ലാം എന്താണ്, പെർസെപ്ഷൻ ആണ്. ദാറ്റ് ഈസ് ദ പെർസെപ്ഷൻ ഓഫ് റീറ്റെയിലേഴ്സ്. മറന്നു പോയത് അണ്ടർലൈൻ ചെയ്ത് എഴുതി. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ എക്സാമിന് എഴുതണം. ഓക്കെ, ഹിയർ, ടച്ച്, ടേസ്റ്റ് ആൻഡ് സ്മെൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പെർസെപ്ഷൻ എന്ന ഭാഗം ചലഞ്ചസ് ഓവർ റീറ്റെയിലേഴ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇമ്പാക്റ്റ് ഓഫ് എക്കണോമിക് ലിബറലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ വരുന്ന ഓരോ ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാണ് സീ, ഹിയർ, ടച്ച്, ടേസ്റ്റ്, സ്മെൽ. Then attitude. Attitudes are a person enduring ability of favorite, unfavorable evaluation, emotional feeling and against action tendencies. അല്ലേ, ആറ്റിറ്റ്യൂഡ് നേരത്തെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. നമ്മൾ ഉപഭോക്താവിനോ റീറ്റെയിലേഴ്സ് എന്ത് ആറ്റിറ്റ്യൂഡാണ് ചെയ്യുന്നത്. ആറ്റിറ്റ്യൂഡ്സ് ആർ എ പേഴ്സൺസ് എൻഡ്യൂറിങ് എബിലിറ്റി ടു ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ ഇവാലുവേഷൻ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ പല ആറ്റിറ്റ്യൂഡും ഒരാളിൽ നമുക്ക് ഉണ്ടാവാം. അത് ഇമോഷണൽ ഫീലിങ്സ് കൊണ്ടാവാം. ആൻഡ് എഗെയിൻസ്റ്റ് ആക്ഷൻ ടെൻഡൻസി ഓഫ് റിഗാർഡ് സം ഒബ്ജക്റ്റ് ഓഫ് ഐഡിയ. പീപ്പിൾസ് ഓൺ ദെയർ ആറ്റിറ്റ്യൂഡ് ജഡ്ജസ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. നമുക്ക് ചിലപ്പോൾ പ്രത്യേക ഒരു സംഭവങ്ങൾ അതന്നെ വേണം ആഗ്രഹം തോന്നും വാങ്ങാൻ. To service offered by the retailer is a consumer feel that is so expensive or service rendered the low quality. ഭയങ്കര എക്സ്പീരിയൻസ്. നമുക്ക് എപ്പോഴും കുഞ്ഞു മക്കളെ എക്സാമ്പിൾ ആക്കി എടുത്താൽ മക്കളെയും കൊണ്ട് നമ്മൾ ഷോപ്പിലൊക്കെ പോയ കാറൊക്കെ ചെറിയ ചിലപ്പോൾ ഒരു ടോയ്സൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ടോയ്സൊക്കെ നല്ല വില കൂടിയ ടോയ്സ് എക്സ്പെൻസീവായി കുട്ടികൾക്ക് അതന്നെ ഒന്ന് വാശി പിടിക്കുമ്പോൾ അപ്പോഴാണ് ആറ്റിറ്റ്യൂഡ് കയ്യിൽ നിന്ന് ഇടാന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് അതായത് റീറ്റെയിലർ നമ്മൾ വരുന്ന ഉപഭോക്താവിനോട് ജസ്റ്റ് എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു ഇത് കാണിക്കുമ്പോൾ ജസ്റ്റ് വില കുറച്ചിട്ട് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ട്. ആൻഡ് ഹി ഓർ ഷീ അവോയ്ഡഡ് ദാറ്റ് സ്റ്റോഴ്സ് ആൻഡ് അതായത് കൊടുത്തിട്ട് അത് എക്സ്പെൻസീവ് ഒരു കുറച്ചൊന്ന് കൊടുക്കാന്നാണോ. ചിലപ്പോൾ ചില പാവം കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കരുന്ന കുറച്ച് വില കുറച്ച് അത് കൊടുക്കുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. റീറ്റെയിലേഴ്സ് എന്നുള്ള അല്ലാത്ത ബിഹേവിയറൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ് ഉള്ളവരും ഉണ്ട്. പാവം തോന്നി കൊടുക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. Behavioral traits and like the workaholic and impulsive, confident, friendliness and adaptability, ambitious and innovation, extra influence by consumer buying process. Okay, then learning is the process of acquiring knowledge. നമുക്ക് എല്ലാവർക്കും അറിയാം, learning is a process of acquiring knowledge. അറിവ് നേടുന്നതിനെ എന്തെന്ന് പറയുന്നു, നോളജ് നേടുന്നതിനെ ലേണിങ്സ് അറിവ് എന്ന് പറയുന്നു. രണ്ടും അറിവ് തന്നെയാണ് അല്ലേ. നേടാൻ if you visit the store, a treatment of your respect will be in your next visit. അപ്പോൾ നമ്മളങ്ങനെ എക്സ്പെൻസീവ് ആ ഒരു സംഭവം ആ റീറ്റെയിലർ ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അവിടേക്ക് പോകാനുള്ളൊരു മനോഭാവം കാണിക്കും. ഓക്കെ.